Okay, so in this video we are going to talk about miniature paintings in South India. സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് നമുക്ക് മിനിയേച്ചർ പെയിൻറ്റിങ്സ് കാണാനായിട്ട് പറ്റുന്നതെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് പെയിൻറ്റിങ്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് തഞ്ചോർ പെയിൻറ്റിങ്സ് ആൻഡ് മൈസൂർ പെയിൻറ്റിങ്സ്. സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ പെയിൻറ്റിങ്സ് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് പെയിൻറ്റിങ്സും എന്താണ് എന്ന് നമുക്ക് നോക്കാം. കാരണം ഈ രണ്ട് പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യനിലെക്കാട്ടിലും ഭയങ്കര വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഗോൾഡ് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു പെയിൻറ്റിങ്സിലൊക്കെ. ഹെവി ആയിട്ട് ഗോൾഡ് വർക്ക് ഭയങ്കരമായിട്ടും ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും വേഴ്സറ്റാലിറ്റി നിറഞ്ഞൊരു പെയിൻറ്റിങ്സാണ്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് തഞ്ചോർ പെയിൻറ്റിങ്ങിലേക്ക് പോകാം. ഓക്കെ, സോ തഞ്ചോർ പെയിൻറ്റിങ്. സോ ഈ ഒരു പെയിൻറ്റിങ് വരുന്നത് മറാത്ത റൂളേഴ്സിൻ്റെ കീഴിലാണ്. ഓക്കെ, മറാത്ത റൂളേഴ്സിൻ്റെ കീഴിലാണ് നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് കാണാനായിട്ട് പറ്റുന്നത്. ഭയങ്കര സ്പെഷ്യൽ സ്റ്റൈലാണ് ഇതിലുള്ളത്. ആൻഡ് മെയിൻ പ്രത്യേകത തഞ്ചോർ പെയിൻറ്റിങ്സ് എല്ലാം തന്നെ ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലാസ്സിലും ബോർഡിലുമാണ് ചെയ്യുന്നത്. ഇൻസ്റ്റീഡ് ഓഫ് ക്ലോത്തിൽ പകരം അവർ ഗ്ലാസ്സിലും ബോർഡിലുമാണ് ചെയ്യുന്നത്. ആൻഡ് ദേ യൂസ് ഗോൾഡ് ലീഫ്. ഗോൾഡ് ലീഫ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ഓൾസോ ജെം സ്റ്റോൺസ്, കട്ട് ഗ്ലാസസ്, ഇതൊക്കെയാണ് ഇവർ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് എപ്പോഴും കൃഷ്ണൻ പല പോസിൽ നിൽക്കുന്ന ഒരുതരം പെയിൻറ്റിങ്സ് ഒക്കെയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് തഞ്ചോർ പെയിൻറ്റിങ്സ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ് നമ്മൾ മൈസൂർ പെയിൻറ്റിങ്. മൈസൂർ പേട ഇതൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? അതുപോലെ മൈസൂർ പെയിൻറ്റിങ്സും ഭയങ്കര ഫേമസ് ആണ്. ഇത് ഡെവലപ്പായിരിക്കുന്നത് വിജയനഗര പീരീഡിലാണ്. ഓക്കെ, വിജയനഗര പീരീഡിലാണ് ഇത് ഡെവലപ്പായിരിക്കുന്നത്. ആ ഒരു പീരീഡിലാണ് ഭയങ്കരമായിട്ടും ഫേമസ് ആയതും ഇപ്പോഴും ഫേമസ് ആണ്. ആൻഡ് ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പെയിൻറ്റിങ്സിൽ ഹിന്ദു ഗോഡ്സും ഗോഡസസുമാണ് കൂടുതലായിട്ടും ഇവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഗോഡ്സും ഗോഡസസുമാണ് ഇവരുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് വേറൊരു സാധനമുണ്ട്, രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ഫിഗേഴ്സാണ് ഇവർ പെയിൻറ്റിങ്സിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ലൈറ്ററാണ്. നമ്മൾ നേരത്തെ തഞ്ചോർ പെയിൻറ്റിങ്സ് കണ്ടു, പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൈറ്ററായിട്ടുള്ള പെയിൻറ്റിങ്സാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. അതിനെ തഞ്ചോർ പെയിൻറ്റിങ്സിനെ പോലെ അങ്ങനെ ജെമ്മൊന്നും ഇല്ല, ജെം സ്റ്റോൺസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ദെൻ ഇവർ ഒരു ഫേമസ് ഇവരുടെ എന്ന് പറഞ്ഞത് ഗെസോ പേസ്റ്റ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് അബൌട്ട് മൈസൂർ പെയിൻറ്റിങ്സ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ സീ യു soon in the next video, and with that we will be completing this miniature painting session. miniature painting നമ്മൾ ഫുള്ളായിട്ട് ഇവിടത്തോടെ കംപ്ലീറ്റ് ചെയ്തു. മിനിയേച്ചർ പെയിൻറ്റിങ്സ് മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഫോക്ക് പെയിൻറ്റിങ്സ് കാണാം. അതോടെ നമുക്ക് പെയിൻറ്റിങ്സ് എന്ന ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.